സന്തോഷമാണ്. ഞാൻ തന്നെയാണ് ഇത് ചാത്തൻകുളം സജസ്റ്റ് ചെയ്തത്. കാരണം കുറേ അന്വേഷിച്ചു. അവർ ഡൽഹിയിൽ സെറ്റിൽഡ് ആയിരുന്നു. പിന്നെ എൻ്റെ മകൻ മാരേജ് ചെയ്തപ്പോഴാണ് ഇവിടെ പാലക്കാട് തന്നെ സെറ്റിൽ ചെയ്യുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അങ്ങനെ ഞങ്ങൾ കുറേ അന്വേഷിച്ചപ്പോൾ അവസാനം എത്തിച്ചേർന്നത് ചാത്തൻകുളത്തിലായിരുന്നു. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. ഒരു വീട് ആക്കുക എന്ന് പറയുന്നത് അതൊരു ശരിക്കൊരു വലിയ ഒരു സ്വപ്നമാണ് എല്ലാവരുടെയും. അത് യാഥാർത്ഥ്യമാവുകയാണ് ഇന്ന്. വളരെയധികം സന്തോഷം. നമസ്കാരം. ഈ സിറ്റി ബിൽഡേഴ്സ് ആപ്പിലൂടെ വീടുകൾ നിർമ്മിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലോജിക്കാണ്. ആമസോണോ ഫ്ലിപ്കാർട്ടോ ആലിബാബ.comോ Airbnb ഒക്കെ പോലെ കൺസ്ട്രക്ഷൻ രംഗത്ത് കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റിനായിട്ട് ചാത്തൻകുളം ഗ്രൂപ്പ് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് സിറ്റി ബിൽഡേഴ്സ് ആപ്പ്. ഇതിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത്, നമ്മൾക്ക് ഇതിൻ്റെ അകത്ത് വലിയ വോള്യൂംസ് ഉള്ളതുകൊണ്ട് ഏഷ്യൻ പെയിൻറ്റ്സ് മുതൽ ഗോദ്രേജ് വരെയുള്ള കമ്പനികളും കൺസൾട്ടൻസും ലേബർ കോൺട്രാക്ടേഴ്സും ലേബർ വർക്കേഴ്സും എല്ലാം 5 മുതൽ 50% വരെ ഡിസ്കൗണ്ട് ഓഫർ ചെയ്തിട്ടുണ്ടാവും ഈ പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത്. അത് നമ്മൾ നേരിട്ട് ക്ലയൻറ്റിന് കൊടുക്കുമ്പോൾ ക്ലയൻറ്റിന് അവരുടെ ഡ്രീം ഹോംസ് ഐദർ അവർക്ക് പ്ലോട്ട് ഉണ്ടെങ്കിൽ അവിടെയോ അല്ലെങ്കിൽ നമ്മുടെ സിറ്റി ബിൽഡേഴ്സ് ആപ്പിലൂടെ പ്ലോട്ടുകൾ കണ്ടെത്തി വാങ്ങിയിട്ട് അതിലോ അവർ ഡ്രീമിനനുസരിച്ചുള്ള വീട് ക്വാളിറ്റിയിൽ 10%ഓളം സേവ് ചെയ്തുകൊണ്ട് ബിൽഡ് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ ലോജിക്ക്. ഇപ്പം ഞങ്ങൾ വരുന്നത് കീർത്തന മാഡത്തിൻ്റെയും അവരുടെ ഫാമിലിക്കും വേണ്ടിയിട്ട് നമ്മുടെ ചാത്തൻകുളം ഗാർഡൻ പാലക്കാട് ലുലുവിൻ്റെയും മറ്റേ മെഡിക്കൽ കോളേജിൻ്റെയൊക്കെ അടുത്ത് 1101 സ്ക്വയർ ഫീറ്റിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വീട് നിർമ്മിച്ചതിൻ്റെ ഹോം ടൂർ വീഡിയോ ആയിട്ടാണ്. നിങ്ങൾക്ക് ആ വീടിൻ്റെ എലിവേഷൻ നോക്കിക്കഴിഞ്ഞാൽ അറിയും, മനസ്സിലാവും. ഇതാണ് ഇതിൻ്റെ 3D എലിവേഷൻ, ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ എലിവേഷൻ. അത്രയും കറക്റ്റ് ആയിക്കൊണ്ട് അത് അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വീടിൻ്റെ നേരെ അകത്തേക്ക് കയറി ഫ്രണ്ടിൽ കാറ് നിർത്തുന്ന സ്പേസ്, അത് കഴിഞ്ഞ് നേരെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് സിറ്റ് ഔട്ടിലേക്ക് കയറുന്നു, ചെറിയ സിറ്റ് ഔട്ട്. അത് കഴിഞ്ഞാൽ നേരെ ലിവിങ് റൂം, അവിടെ ലിവിങ് റൂമിൽ നിന്ന് കയറി കഴിഞ്ഞാൽ പാസേജ് ഉണ്ട്, അവിടെ ഡൈനിങ് ഹാളിൻ്റെ അവിടെ വാഷ് ബേസിൻ വെച്ചിട്ടുള്ള സ്പേസ് ഉണ്ട്. അത് കഴിഞ്ഞ് നേരെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കയറി കഴിഞ്ഞാൽ ബെഡ്റൂമിനോട് ചേർന്നിട്ടുള്ള ഒരു വാഷ്റൂം. വീണ്ടും പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ 3 സെൻറ്റ് സ്ഥലമാണ്, പക്ഷേ എന്നാലും താഴെ 2 ബെഡ്റൂമുണ്ട്. നേരെ പുറയിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പുറയിലൊരു ബെഡ്റൂം, അതിനോട് ചേർന്നിട്ടൊരു വാഷ്റൂം. നേരെ ആ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി നേരെ ഡൈനിങ് ഹാളിൽ വന്നു, വീണ്ടും പുറയിലേക്ക് പോകുമ്പോൾ ഒരു കിച്ചൺ. റൈറ്റ്. ഇത് കഴിഞ്ഞ് നേരെ മുകളിലേക്ക് സ്റ്റെയർ കയറുകയാണെങ്കിൽ അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവുകയാണെങ്കിൽ നേരെ അപ്പർ ലിവിങ്, ചെറിയൊരു സ്പേസ്, ലിവിങ് സ്പേസ്, അവിടെ ചെയറൊക്കെ ഇടാനുള്ള സോഫയൊക്കെ ഇടാനുള്ള സ്പേസ് ഉണ്ട്. നേരെ അവിടെ നിന്ന് കയറിയാൽ നേരെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാൽക്കണി ഫ്രണ്ടിൽ, ബാൽക്കണിൻ്റെ അവിടെ നിന്ന് തന്നെ അകത്തുനിന്ന് നേരെ ബെഡ്റൂമിലേക്ക് കിടക്കണം. ഒരു ബെഡ്റൂം, അതിൽ നല്ലൊരു വാഷ്റൂം. അത് കഴിഞ്ഞ് ഡ്രസ്സ് അയൺ ചെയ്യാനുള്ള സ്പേസ് അടക്കം അവിടെയുണ്ട്. അത് കഴിഞ്ഞ് നേരെ ഓപ്പൺ ടെറസിലേക്ക് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ സ്റ്റെയറും കയറി മുകളിൽ വാട്ടർ ടാങ്ക് എല്ലാം ഉണ്ടാവും. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ കോമ്പൗണ്ടിൻ്റെ അകത്ത്, അതായത് വാഷ് ചെയ്യാനുള്ള, അതായത് കാല് തുടയ്ക്കുന്ന ചവിട്ടി വാഷ് ചെയ്യുന്ന വാഷിംഗ് സ്റ്റോൺ അടക്കം ഫിക്സ് ചെയ്തുകൊണ്ടുള്ള വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഈ വീട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇത് വളരെ ബ്യൂട്ടിഫുള്ളായി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കോസ്റ്റും എഫക്റ്റീവായിരിക്കും. നേരത്തെ പറഞ്ഞ മോഡലിൽ ചെയ്യണതുകൊണ്ട് ഈ വീട് കണ്ടിട്ട് വെർച്വലി നിങ്ങൾക്ക് അത് നല്ല താല്പര്യം തോന്നുകയാണെങ്കിൽ, നമുക്കറിയാം വീട് എന്ന് പറയുന്നത് ഒരുപാട് കുടുംബങ്ങളുടെ ഡ്രീമാണ്. അത് ഇതുപോലെ സത്യസന്ധമായിക്കൊണ്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വേയിൽ കൂടെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത്, അതും അങ്ങനെയുള്ളതും വളരെ അപൂർവങ്ങളായിരിക്കും. അപ്പോൾ ഇത് നന്നായി നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിറയെ വീട് ആവശ്യമുള്ള ഫാമിലീസും ഫ്രണ്ട്സും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ അത് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ശേഷം അവരും ഇത് വെർച്വലി കണ്ടിട്ട് പോരാ, അവരിവിടെ വന്ന് ഇത് കണ്ട് വെർച്വലി കണ്ടിട്ട് ഓക്കെ ആണെങ്കിൽ വന്ന് സൈറ്റിൽ വന്ന് വേറെയും ഒരു 10-15 വീടുകൾ നേരിട്ട് കണ്ട് അവർക്കത് ബോധ്യമാവുകയാണെങ്കിൽ അവരുടെയും ലൈഫിൽ വീടിൻ്റെ ആവശ്യത്തിനായിട്ട് സിറ്റി ബിൽഡേഴ്സ് ആപ്പിനെ ഉപയോഗപ്പെടുത്താം. നമസ്കാരം. വിഷ്ണു ഭയങ്കര റെസ്പോൺസീവ് ആയിരുന്നു. പിന്നെ എല്ലാ കാര്യത്തിനും മിസ്റ്റർ മൻസൂറും അതെ പറഞ്ഞാൽ വാട്സാപ്പിലൂടെയും, കാരണം ഞങ്ങളിവിടെ ഉണ്ടായിരുന്നില്ല, എന്നിട്ടും ഞങ്ങളുടെ ആബ്സെൻസിലും കോർഡിനേഷനൊക്കെ നല്ല ഇതായിരുന്നു. ഡിസൈനും എല്ലാ ഇൻപുട്സും ഞങ്ങളുടെ കൺസൾട്ടേഷനോട് കൂടി തന്നെ എല്ലാ സ്റ്റേജസിലും നമ്മൾ മുന്നോട്ട് പോയത്. അപ്പോൾ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതെന്നെ പറഞ്ഞ എല്ലാ സ്റ്റേജിലും നമ്മളുടെ ഇൻപുട്സും നമ്മളുടെ ഒരു ഓവറോൾ
നമുക്ക് എങ്ങനെയാണ് വേണ്ടതെന്നൊക്കെ മനസ്സിലാക്കി ആ രീതിയിൽ തന്നെ അവർ എല്ലാം ചെയ്തു തന്നു. പറഞ്ഞാൽ എല്ലാ സ്റ്റേജസിലും എലിവേഷനും എല്ലാ കാര്യങ്ങളും ഡിസൈൻ അടക്കം ഇപ്പോൾ ചാത്തൻകുളം ടീമിൽ തന്നെയാണ് നമുക്ക് ഡിസൈൻ ഒരു 3D മോഡലിംഗ് ഒക്കെ ചെയ്തിട്ട് തന്നത്. അപ്പോൾ പിന്നെ അതും എല്ലാം എല്ലാ സ്റ്റേജസിലും നമ്മളുടെ ഒരു ഇൻപുട്സും നമ്മളായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടുമാണ് ചെയ്തത്. ട്രാൻസ്പെറൻസി എൻഷുർ ചെയ്യണു എന്ന് തോന്നി. അപ്പോൾ നമുക്ക് എല്ലാ സ്റ്റേജസിലും എന്താണ് അവിടെ നടക്കുന്നത്, ഏതൊക്കെ മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് ഡീറ്റെയിൽസ് നമുക്കതിൽ കാണാൻ പറ്റിയതുകൊണ്ട് അപ്പോൾ പിന്നെ നമുക്ക് മനസ്സിൽ ഡൗട്ട്സ് കുറച്ച് കുറവായിരുന്നു. പർട്ടിക്കുലർലി മിസ്റ്റർ വിഷ്ണുവിൻ്റെയും മിസ്റ്റർ മൻസൂറിൻ്റെയും എടുത്ത് പറയേണ്ടത് തന്നെയാണ്. കാരണം അവരുടെ ടൈമിങ്സ് പോലും കൺസിഡർ ചെയ്യാതെയാണ് നമ്മളെല്ലാ കാര്യത്തിലും ക്വസ്റ്റ്യൻസിന് ആൻസർ തന്നതും എല്ലാ അപ്ഡേറ്റ്സ് തന്നതും. അപ്പോൾ പിന്നെ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ശരിക്കും അപ്രിഷ്യേറ്റ് ചെയ്യുന്നു അവരെ. അപ്പോൾ ടീമിൽ നിന്ന് എല്ലാ രീതിയിലും സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് തന്നെയാണ് എല്ലാ ഇത് നമ്മളുടെ ഓരോ സ്റ്റേജിലും മുന്നോട്ട് പോയത്. നമുക്കൊരു യാഥാർത്ഥ്യമായിരിക്കല്ലേ, അപ്പം അതിനെക്കുറിച്ച് എന്തെങ്കിലും തോന്നുന്നു? എന്തായാലും വളരെ സന്തോഷമാണ്. ഞാൻ തന്നെയാണ് ഇത് ചാത്തൻകുളം സജസ്റ്റ് ചെയ്തത്. കാരണം കുറേ അന്വേഷിച്ചു. അവർ ഡൽഹിയിൽ സെറ്റിൽഡ് ആയിരുന്നു. പിന്നെ എൻ്റെ മകൻ മാരേജ് ചെയ്തപ്പോഴാണ് ഇവിടെ പാലക്കാട് തന്നെ സെറ്റിൽ ചെയ്യുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അങ്ങനെ ഞങ്ങൾ കുറേ അന്വേഷിച്ചപ്പോൾ അവസാനം എത്തിച്ചേർന്നത് ചാത്തൻകുളത്തിലായിരുന്നു. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. ഒരു വീട് ആക്കുക എന്ന് പറയുന്നത് അതൊരു ശരിക്കൊരു വലിയ ഒരു സ്വപ്നമാണ് എല്ലാവരുടെയും. അത് യാഥാർത്ഥ്യമാവുകയാണ് ഇന്ന്. വളരെയധികം സന്തോഷം. അതെ, അമ്മ ഇവിടെ ഉണ്ടായിട്ട് ഡയറക്റ്റായിട്ട് എന്തെങ്കിലും കാര്യം വരുമ്പോൾ ഡയറക്റ്റായിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ അമ്മ ഇവിടെ ഉണ്ടായതുകൊണ്ടും കൂടിയാണ് നമുക്കെല്ലാം സ്മൂത്തായിട്ട്. ഞാൻ ആ വീട്ടിൽ അല്ലാതിരുന്നു കൂടി ഞാൻ ഫോൺ ചെയ്ത് എടുക്കുകയും ഒക്കെ എല്ലാം കൃത്യമായിട്ട് എനിക്ക് മറുപടി കിട്ടുകയും ഒക്കെ ചെയ്യായിരുന്നു. കാരണം ശരിക്ക് ഇവർ നാട്ടിലില്ലാത്തതുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ ഞാനും അന്വേഷിച്ചിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും അതിന് കൃത്യമായിട്ടുള്ള റെസ്പോൺസ് തന്നിട്ടുണ്ടായിരുന്നു.